നമ്മുടെ ജ്യോതിശാസ്ത്ര കലണ്ടർ പ്രകാരം വൈശാഖ മാസത്തിലെ മൂന്നാമത്തെ ദിവസത്തെയാണ് അക്ഷയ തൃതീയയായിട്ട് വിവക്ഷിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അന്നത്തെ അക്ഷയ തൃതീയതയ്ക്ക് കുറേ പ്രാധാന്യങ്ങളൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അന്ന് എന്ത് കാര്യങ്ങളും പുതിയതായിട്ട് തുടങ്ങാൻ വളരെ നല്ലതാണെന്നാണ്. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ സംരംഭം ആരംഭിക്കുക, പുതിയതായിട്ട് എന്താ പറയുക, ഒരു കെട്ടിടം പണിയാൻ ആരംഭിക്കുക, അങ്ങനെ നമ്മൾ എന്ത് പുതിയത് ആരംഭിക്കുമ്പോഴും വൈശാഖ മാസത്തിലെ മൂന്നാമത്തെ ദിവസം ആയ അക്ഷയ തൃതീയയിൽ ആരംഭിച്ചാൽ അത് ഉത്തമമാകാൻ സാധ്യതയുണ്ട്. ഇത് സാധ്യത മാത്രമാണ്. കാരണം എപ്പോഴും ഒരു നല്ല ദിവസം നമ്മൾ എന്ത് ആരംഭിക്കുമ്പോഴും നല്ലതായി ആരംഭിക്കാൻ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം വളരെ പ്രധാനമാണ് എന്ന് പലരും പഴയ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അക്ഷയ തൃതീയയെ പറ്റി കേൾക്കുന്നത് ആ ദിവസം സ്വർണം വാങ്ങാൻ വളരെ വിശേഷമാണെന്നാണ്. ഈ സ്വർണം വാങ്ങുന്നതും ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അല്പം പോലും മനസ്സിലായിട്ടില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ബിസിനസ് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അക്ഷയ തൃതീയയിൽ വളരെ പ്രധാനമാണ്. അക്ഷയ തൃതീയയിൽ ദാനധർമ്മം ചെയ്യേണ്ട ദിവസമാണെന്നാണ് പൂർവികരൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അക്ഷയ തൃതീയ ദിവസം എന്ത് പുതുതായിട്ട് ചെയ്യാൻ ഉത്തമമാണ്, അതോടൊപ്പം തന്നെ ദാനധർമ്മം ചെയ്യാനും ഉത്തമമാണ്. അപ്പോൾ എന്താണ് ഈ സ്വർണം കച്ചവടക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളത്? സ്വർണം വാങ്ങി ദാനം ചെയ്യണമെന്നാണോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതിനാണോ പ്രാധാന്യം വരിക? അതല്ല എങ്കിൽ അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക കാരണം നിങ്ങൾ സ്വർണം വാങ്ങി വെച്ച് അതൊരു നിക്ഷേപമായിട്ട് തുടങ്ങി വയ്ക്കാൻ ഉത്തമമായിട്ടുള്ള ദിവസം എന്ന നിലയ്ക്കാണോ അവർ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നെനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ അവരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. കാരണം എന്തും തുടങ്ങി വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ സ്വർണ്ണ നിക്ഷേപം ആരംഭിക്കാൻ നല്ലൊരു ദിവസമാണ് എന്ന് ചിന്തിക്കാം.